ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ഹൗസ് ഓണറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഒരു തരത്തിലും അടുക്കുന്നില്ല. അവർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രേവതി നേരെ തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്നെ അറിയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ പരാതികൾ പറയുന്നത് കേൾക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ചേച്ചി ഞങ്ങൾ മനഃപൂർവ്വം അറിയിക്കാത്തതൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ദേഷ്യം കൊണ്ട് നേരെ സ്വന്തം വീട്ടിലേക്ക്, അതായത് സച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് രേവതി. സച്ചി ആണെങ്കിൽ രാത്രി അവിടെ വന്നിട്ട് കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം മദ്യവും അതുപോലെ തന്നെ ചിപ്സും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, വെള്ളം കുപ്പിയൊക്കെ. അപ്പം നേരെ സച്ചിയുടെ അരികിലേക്കായിട്ട് രേവതി ചെന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ വീടിനെ കുറിച്ചൊക്കെ. അപ്പോഴാണ് സച്ചി പറയുന്നത്, അതെ അതൊരു കുടിസു വീടാണ്, ശരിക്കും ഒരു കാറ്റും വെളിച്ചവും ഒന്നും ആ വീട്ടിലേക്ക് കയറൊന്നുമില്ല. പിന്നെ ബാത്റൂമിലാണെങ്കിൽ ശരിക്കും വെള്ളമൊന്നും വരില്ല, വെള്ളമൊക്കെ പൊട്ട വെള്ളമാണ്. പിന്നെ ബാത്റൂമിലെ ബക്കറ്റിലാണെങ്കിൽ വലിയൊരു തുളയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ ആ വീടിനെ പറ്റി കുറ്റപ്പെടുത്തുകയാണ്. അത് കേൾക്കുന്ന എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, ഇനി ആ വീട്ടിലേക്ക് എന്നെ വിളിച്ചു പോകരുത്, ഞാൻ ആ വീട്ടിലേക്ക് ഇനി വരില്ല കേട്ടോ എന്ന് പറയാണ്. അപ്പൊ രേവതിക്ക് ഉള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു വീട് തന്നെ കിട്ടിയത്. ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പം അവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് തൻ്റെ വീട്ടുകാർക്കുള്ളത്. അപ്പം ആ ദേഷ്യം എല്ലാം കൂടി സച്ചിയുടെ ദേഷ്യം തീർക്കുകയാണ് ചെയ്യുന്നത് രേവതി. ആ മദ്യക്കുപ്പിയും ചിപ്സും വെള്ളവും ഒക്കെ തട്ടിക്കളയുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ രേവതി അതൊരു സത്യം പറയുകയാണ്. അപ്പൊ സച്ചി അതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹൗസ് ഓണർ അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ പറയുന്ന കേൾക്കുക. പിറ്റേ ദിവസം തന്നെ നമ്മുടെ സച്ചി നേരെ ഹൗസ് ഓണറെ ചെന്ന് കാണുന്നുണ്ട്. ഭാര്യയോടും ഹൗസ് ഓണറോടും മാപ്പ് പറഞ്ഞിട്ട് അവരത് ക്ഷമിക്കുക ചെയ്യാണ്. എന്നിട്ട് അവര് അവിടെ തന്നെ താമസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല. പക്ഷെ ആ ഒരു കാര്യമൊന്നും തന്നെ രേവതി പിന്നീടൊക്കെ ആയിരിക്കും അറിയാം. രേവതി എന്തായാലും സച്ചിയുടെ കുറ്റവും കുറവും അതുപോലെ സച്ചി പൊട്ടാളെന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നീട് മുന്നോട്ട് പോകുന്നതും. പിന്നീടാണെങ്കിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് കുറ്റബോധത്തിലാവുക ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്